أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സൂറത്തു അംബിയ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അംബിയയിലെ 72 ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തീയിൽ ഇട്ട് അവർ ശിക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അള്ളാഹു രക്ഷപ്പെടുത്തി. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ലൂത്ത് നബിയും അവരുടെ കുടുംബവും ഷാമിലേക്ക് യാത്ര ചെയ്തു, ഹിജ്റ പോയി. അവിടെ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടായി. ഇസ്ഹാഖ് നബിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളായ യാക്കൂബ് നബിയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതിനുശേഷമുള്ളതാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وكانوا لنا عابدين وكانوا لنا عابدين ولوطا آتيناه حكما وعلما ونجيناه من القرية التي كانت تعمل الخبائث
വലൂതൻ ആതൈനാഹു ഹുക്മൻ വഇൽമൻ വനജ്ജൈനാഹു മിനൽ ഖർയത്തില്ലതി കാനത് തഅമലുൽ ഖബായിസ്. إنهم كانوا قوم سوء فاسقين. إنهم كانوا قوم سوء فاسقين. إنهم كانوا قوم سوء فاسقين. നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ്. വജഅൽനാഹും അഇമ്മ, അവിടെ മീമിനെ മണിക്കണം. അഇമ്മതൻ യഹ്ദൂന, അവിടെ അഇമ്മതൻ എന്നുള്ള തൻവീനുണ്ട്. അഇമ്മതൻ യഹ്ദൂന, അപ്പൊ തൻവീന് ശേഷം യാ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ തൻവീനെ യായിലേക്ക് ചേർത്ത് മണിച്ചിട്ട് ഓതണം. അഇമ്മതൻ യഹ്ദൂന, അഇമ്മതൻ യഹ്ദൂന എന്ന് ഓതാൻ പാടില്ല. അവിടെ ഇദ്ഹാർ ചെയ്യാൻ പാടില്ല, അവിടെ മണിച്ചിട്ടാണ് അതുണ്ട്. അഇമ്മതൻ യഹ്ദൂന ബിഅംരിന, ബിഅംരിന, ബിഅംരിന എന്ന് ഓതാൻ പാടില്ല. റാക്ക് കസ്ർ വന്നാൽ തർക്കീഖാണ്. ബിഅംരിന. പിന്നെ വഔഹൈനാ ഇലൈഹിം, അവിടെ 5 6 അക്ഷരത്തിന്റെ നീളം നീട്ടണം. കാരണം മദ്ദക്ഷരമായിട്ടുള്ള അലിഫിന് ശേഷം ഹംസയാണ് വന്നിട്ടുള്ളത്. അലിഫിന് ശേഷം ഹംസ വന്നു. അപ്പോൾ വഔഹൈനാ ഇലൈഹിം എന്ന് ഓതാൻ പാടില്ല. വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്ത്, അവിടെ നിർത്തുകയാണെങ്കിൽ ഫിഅലൽ ഖൈറാത്ത് എന്നുള്ള ഉച്ചാരണമാണ് വരേണ്ടത്. ഇനി നിർത്താതെ ഓതാണെങ്കിൽ ഫിഅലൽ ഖൈറാത്തി വ ഇഖാമസ് സ്വലാത്തി വ ഈതാഅസ് സകാത്ത്, ഈതാഅസ് സകാത്ത്. അവിടെയും ഞാൻ നേരത്തെ വഹൈന എന്ന് പറഞ്ഞ പോലെ തന്നെ സൗണ്ട് ക്ലാരിറ്റി വരുന്നുണ്ട്. വ ഈതാഅസ് സകാത്ത്, ഈതാ എന്നുള്ള അവിടെ ഒരു 5 6 അക്ഷരത്തിന്റെ നീളം നീട്ടണം. വഈതാഅസ് സകാത്ത്, അവിടെ സക്കാ എങ്ങനെ നിർത്തുക? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, താ മർബൂത്തുണ്ട്, താ പിന്നെ മബ്സൂത്തുണ്ട്. താ മർബൂത്ത് എന്ന് പറഞ്ഞാൽ ചോക്കട്ട് പോയി. താ മർബൂത്ത് എന്ന് പറഞ്ഞാൽ ഹാ താ കെട്ടുള്ള ഹാ. മറ്റു താ മസ്ദറ ബാത്ത, ബാത്ത നിർത്തുമ്പം എന്നുള്ള ഉച്ചാരണമാണ് വരേണ്ടത്. മറ്റേത് ഹാത്ത നിർത്തുമ്പം സകാത്ത് എന്ന് പറയാൻ പാടില്ല. ഈ താക്ക് താ മബ്സൂത്ത് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ നീളമുള്ള താ. ഈ താന് വഖഫ് വരുമ്പോൾ ഈ തായിലാണ് നമ്മൾ നിർത്തുന്നതെങ്കിൽ എന്ന ഉച്ചാരണം ഉണ്ട്. അപ്പോൾ പിന്നെ അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഖുലിഖത് എന്ന ഉച്ചാരണം. അതേ സമയത്ത് ഇത് താ മർബൂത്ത എന്ന് പറയും, കെട്ടിട്ടതാ. ഈ താന് പിടിച്ചുകൊണ്ട് ഇങ്ങനെ കെട്ടിയതാണ് കേട്ടോ. ആ താന് പിടിച്ചിട്ട് എന്തെങ്കിലും 2 കാലും പിടിച്ചിട്ട് കെട്ടിയതാണ്, അതാണ് താ മർബൂത്ത് എന്ന് പറഞ്ഞു. അപ്പൊ ആ കെട്ടിയ താ ആണെങ്കിൽ എന്ന് ഉച്ചാരണം വരാൻ പാടില്ല, സക്കാ ഹ എന്നാ പറഞ്ഞത്. അൽ ഖാരിഅ ഉണ്ടോ? ശരിക്കെന്താ അൽ ഖാരിഅതു എന്നല്ലേ? മൽ ഖാരിഅതു എന്ന് ഓതാൻ പാടില്ല. അൽ ഖാരിഅതു മൽ, അവിടെ കൂട്ടി ഓതാണെങ്കിൽ അൽ ഖാരിഅതു മൽ ഖാരിഅ എന്ന് ഓതാം. പക്ഷെ അവിടെ നിർത്തുകയാണെങ്കിൽ അൽ ഖാ. അപ്പൊ ഇവിടെ നിർത്തുകയാണെങ്കിൽ എന്താ ഉണ്ട്? വ ഇഖാമസ് സ്വലാത്തി വ ഈതാഅസ് സകാ, സക്കാ അവിടെ ഹായിലാണ് വഖഫ് വരേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കുക, ഒരാളുകൾ ശ്രദ്ധിക്കില്ല. അവിടെ സക്കാത്ത് എന്ന് പറഞ്ഞ് നിർത്തും, അങ്ങനല്ല വഖഫ്. അതിന് അറബി ഭാഷയിൽ ഏതൊരു നിയമത്തിലും അങ്ങനെ തന്നെയാണ്, വായനയിലും അങ്ങനെ തന്നെയാണ്.
അത് തെറ്റാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹയ്യ അല സ്വലാത്ത് എന്ന് പറയാൻ പാടില്ല. ഹയ്യ അല സ്വലാഹ് എന്നാണ് പറയാൻ പാടില്ല. അതായത് താ മർബൂത്ത വഖഫ് ചെയ്യുന്നത്, നിർത്തുന്നതിൻ്റെ ഉച്ചാരണം ഹ എന്നായിരിക്കും. ഹ. ഹയ്യ അല സ്വലാത്ത് എന്ന് പറയാൻ പാടില്ല. സ്വലാഹ് സ്വലാഹ് എന്ന് പറഞ്ഞാൽ ഈ താക്ക് പുള്ളില്ലാതിരുന്നാൽ എന്താണ് ഉച്ചാരണം? ഹ എന്നല്ല ഉച്ചാരണം വരിക. ഈ താ മർബൂത്തൊക്കെ പുള്ളില്ലെങ്കിൽ എന്താ ഉച്ചാരണം വരിക? ഹ എന്നല്ല ഉച്ചാരണം വരിക. അതാണ് അവിടെ വഖഫിന്റെ സമയത്ത് ഉച്ചാരണം പറഞ്ഞത്. പിന്നെ ആബിദീൻ അല്ല ആബിദീൻ, ഐനും അംസയും വേർതിരിച്ച് തന്നെ നമ്മൾ ഉച്ചരിക്കണം. വകാനൂ ലനാ ആബിദീൻ. പിന്നെ വലൂത്തൻ ആതൈനാഹു. വലൂത്തൻ താ ഉണ്ട് ത്വാ ഉണ്ട്, രണ്ടായിട്ട് തന്നെ ഉച്ചരിക്കണം. വലൂത്തൻ എന്നല്ല, വലൂത്തൻ എന്ന ത്വാ. അപ്പൊ താവും ത്വാവും വ്യത്യാസമുണ്ട്, മനസ്സിലല്ലേ? ഒരുപാട് അർത്ഥങ്ങൾ പിന്നെ വ്യത്യാസങ്ങൾ വരുന്നതാണ് അക്ഷരങ്ങൾ മാറിക്കഴിഞ്ഞാൽ. അപ്പൊ വലൂത്തൻ അവിടെ തൻവീന് വെളിവാക്കണം. വലൂത്തൻ ആതൈനാഹു എഴുതാൻ പാടില്ല. വലൂത്തൻ ആതൈനാഹു. അവിടെ ലൂത്തൻ എന്നുള്ള ശേഷം തൻവീന് ശേഷം ഹംസന് വന്നിട്ടുള്ള ആതൈനാഹു എന്നുള്ള ഹംസൻ. അതുകൊണ്ട് തന്നെ വലൂത്തൻ ആതൈനാഹു ഹുക്മൻ വഇൽമ. ഹുക്മൻ വഇൽമ എന്ന് എഴുതാൻ പാടില്ല. ഹുക്മൻ അവിടെ വാവിന് മണിച്ചിട്ട് എഴുതണം. ഹുക്മൻ വഇൽമ. പിന്നെ അവിടെ നിർത്തുകയാണെങ്കിൽ വഇൽമ നിർത്തുക. അതിന് നിർത്താതെ പോകുന്നതാണെങ്കിൽ വഇൽമൻ വനജ്ജൈനാഹു മിനൽ ഖറിയ. കണ്ടോ, അവിടെ ഖറിയത്തിന് അവിടെ നിർത്തില്ല. അങ്ങനെ വനജ്ജൈനാഹു മിനൽ ഖറിയ നിർത്താതെ വേണമെങ്കിൽ മിനൽ ഖറിയത്തില്ലതി കാനത്ത് തഅമലു. അവിടെ കാനത്ത് എന്നുള്ള അവിടെ നോക്കുക. അവിടെ കാനത്ത് എന്നുള്ള താ ഉണ്ട്, തഅമലുവിന്റെ താ ഉണ്ട്, മനസ്സിലല്ലേ? അപ്പൊ സാധാരണ മദ് മറ്റേ ശ്രദ്ധ എങ്ങനെ വെച്ചാൽ ഇവിടെ കാലത്ത് എന്നുള്ള താവ് സുക്കൂനാണ്, ഇതിന്റെ താവ് ഫത്ഹാണ്. അപ്പൊ സാധാരണ രണ്ടക്ഷരം ഒരുമിച്ച് വരികയും ആദ്യത്തേതിന് സുക്കൂനാവുകയും ചെയ്താൽ അപ്പോഴാണ് ശ്രദ്ധ കിട്ടുക. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ? കട്ടി വിട്ടില്ല അങ്ങനെ. അപ്പൊ കാനത്ത് എന്നുള്ള താവ് സുക്കൂനാണ്, അടുത്ത താവ് ഫത്ഹാൻ. ഈ താവിനേക്ക് എന്ത് ചെയ്യണം? ചേർക്കണം. അവിടെ ഇത് പിന്നെ മണിക്കൊന്നും വേണ്ട. കാനത്ത് അമലു. അപ്പൊ കാനത്ത് തഅമലു എന്ന് പറയാൻ പാടില്ല, കാനത്ത് തഅമലു എന്ന് പറയാൻ. അതുകൊണ്ടാണ് ആദ്യം രണ്ടാമത്തെ താവിന് എന്തുണ്ടാവും? ശ്രദ്ധ ഉണ്ടാവും. ആദ്യത്തെ താവിന്റെ മുകളിൽ എന്തുണ്ടാവും? ആദ്യത്തെ താവിന്റെ മുകളിൽ ഒന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ താവിന്റെ മുകളിൽ എന്തുണ്ടാവും? ശ്രദ്ധ ഉണ്ടാവും. അപ്പൊ ആ ആദ്യത്തെ താവിന്റെ മുകളിലുള്ള സുക്കൂന് എവിടേക്ക് പോയിട്ടുണ്ട്? ആ മറ്റേതാക്കി ശ്രദ്ധയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കാനത്ത് തഅമലുൽ ഖബായിസ്. ഖബായിസ് എന്നുള്ളത് ഈ താവ് പോലെ തന്നെ ഒരു 5-6 അക്ഷരങ്ങൾ നീട്ടണം. ഖബായിസ് അവിടെ നിർത്തുമ്പോൾ ഖബായിസ് എന്നാണ് നിർത്തേണ്ടത്. പിന്നെ ഇന്നഹും കാനൂ ഖൗമ സൗഇൻ ഫാസിഖീൻ. സൗഇൻ ഫാസിഖീൻ. സൗഇൻ എന്നല്ല, സൗഇൻ ഫാസിഖീൻ. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചാൽ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു വഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ നാഫില. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നാം ഇസ്ഹാഖ് നബിയെ കൊടുത്തു. ഇസ്ഹാഖ് നബിയുടെ ഉമ്മാന്റെ പേരെന്താ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല, സാറയാണ്. അത് ഇബ്രാഹിം നബിയുടെ യഥാർത്ഥ ഭാര്യയാണ് സാറ. ഇബ്രാഹിം നബിയുടെ അടിമ സ്ത്രീ ആയിരുന്നു ആര്? ഹാജർ. നമ്മളെല്ലാരും പറയല എന്താ? എന്ത് ബീവി എന്ന് പറയാ? ഹാജറ ബീവി എന്ന് പറയാ. ഹാജറ എന്നല്ല, ഹാജർ എന്നാണ്. അത് മനസ്സിലാക്കി വെച്ചോളൂ. അതായത് ഹാജറ എന്ന് വായിക്കണമെങ്കിൽ ഇങ്ങനെ വേണം. ഇതാണ് ഹാജറ. പക്ഷെ താല്ല, ഹാജർ എന്നാണ്. ഹാജർ റളിയല്ലാഹു അൻഹ. ഹാജറ ബീവി അവൾ പ്രാസപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഹാജറ എന്നല്ല, ഹാജർ എന്നേ ഉള്ളൂ. ഹാജർ അത് അന്നത്തെ പേരാണ്, പെണ്ണുങ്ങളുടെ പേരാണ്. ഹാജറ ബീവി എന്നല്ല, ഹാജർ എന്നാണ് ശരിക്കുള്ള പേര്.
ഹാജർ ഒരു രാജാവ് കൊടുത്തൊരു അടിമ സ്ത്രീയായിരുന്നു. പിന്നെ കുഞ്ഞുണ്ടായപ്പോൾ ഭാര്യയെ പോലെ തന്നെയായി. അടിമ സ്ത്രീയിലുണ്ടായ കുഞ്ഞാണ് ആര്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇസ്ഹാഖ് നബി എന്ന് പറഞ്ഞ ഇബ്രാഹിം നബിയുടെ സാറ എന്ന് പറയുന്ന ശരിക്കുള്ള ഭാര്യ ഉണ്ടായ കുഞ്ഞാണ്. ആ ഇസ്ഹാഖ് നബിയുടെ മകനാണ് ആര്? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ യാക്കൂബിന് പേരക്കുട്ടിയാണ്. ആ യാക്കൂബ് നബിയുടെ മകനാണ് ആര്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ലോകത്തെ ഏറ്റവും നല്ല പാരമ്പര്യമുള്ള ആള് യൂസുഫ് നബിയാണ്. കാരണം വാപ്പിൻ നബി, വാപ്പാന്റെ അപ്പിൻ നബി, വാപ്പാന്റെ അപ്പാന്റെ അപ്പി ഒക്കെ നബിമാരാണ്. മനസ്സിലല്ലേ? അപ്പൊ അതൊരു യൂസുഫ് നബിക്ക് മാത്രമുള്ള പ്രത്യേകത. വക്കുല്ലൻ ജഅൽനാ സാലിഹീൻ. എന്നിട്ട് പിന്നെ അള്ളാഹു പറഞ്ഞു, എല്ലാവരെയും നാം സ്വാലിഹാക്കിയിരിക്കുന്നു, മക്കളെല്ലാം അള്ളാഹു സ്വാലിഹാക്കി. എന്നിട്ട് അള്ളാഹു പറയാണ് വജഅൽനാഹും അഇമ്മത്തൻ. എന്നിട്ട് നാം അവരെ ഇമാമുകളാക്കി മാറ്റി. ഇബ്രാഹിം നബിയെയും മക്കളെയും നാം എന്തായിരിക്കുന്നു? ഇമാമുകളാക്കി മാറ്റി. ഇമാമുൻ എന്നുള്ള ജമ്മാണ് അയിമ്മത്ത്. ഇമാമുൻ എന്നുള്ളതിന്റെ ബഹുവചനാണ് അയിമ്മത്ത്. അയിമ്മത്ത് എന്ന് പറഞ്ഞാ ഇമാം എന്ന് പറഞ്ഞാ പിന്നെ മുന്നിൽ നിൽക്കുന്ന ആളെന്നർത്ഥം, സമുദായത്തിന്റെ. അതുകൊണ്ട് വജഅൽനാലിൽ മുത്തഖീന ഇമാമ. മുത്തഖീങ്ങൾക്ക് പഠിച്ചവരെ ഞങ്ങൾക്ക് ഇമാമാക്കണം. നമ്മളെ കൗമിൽ എന്താ വെച്ചാൽ ഇപ്പൊ തഖ്വ ഇല്ലാത്തതിനൊക്കെ നമ്മൾ ഇമാമാണ്. പേപ്പർ എടുത്ത് നോക്കിയാണല്ലോ നമ്മൾ ഇതിനൊക്കെ ഇമാമക്കിടും അല്ലേ? കഞ്ചാവച്ചവടത്തിന് നമ്മൾ ഇമാമാണ്, കള്ളച്ചവടത്തിന് നമ്മൾ ഇമാമാണ്, പൊണ്ണച്ചവടത്തിന് നമ്മൾ ഇമാമാണ്, എല്ലാ കച്ചവടത്തിനും നമ്മൾ ഇമാമാണ്. പക്ഷെ മുത്തഖീങ്ങൾക്ക് ഇമാമാകാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാർ. വജഅൽനാൽ മുത്തഖീന ഇമാമ. മുത്തഖീങ്ങളുടെ മുമ്പിൽ നിൽക്കുക. പിന്നെ മുനാഫിഖീങ്ങളുടെ അല്ല, കാഫിരീങ്ങളുടെ അല്ല, കപടന്മാരുടേതല്ല, അല്ലെങ്കിൽ സകല ഗുലാബിയുടേതല്ല. ഓല നേതാവാകുന്നുള്ള വലിയ ഒരു സ്ഥലം. അത് ഏതാർക്കും കഴിയും. എന്ന് പറഞ്ഞാൽ എല്ലാ കാഫിരീങ്ങളും മുനാഫിഖുകളും അതുപോലെ തന്നെ എല്ലാ സകല ഗുലാബിന്റെ നേതാവായി അതിനല്ല പ്രാധാന്യം. അത് അതിൻ്റെ നടന്നോട്ടെ. പക്ഷെ ഇമാം ആരുതാകേണ്ടത്? മുത്തഖീങ്ങളാണ് ഇമാമാണ്. വജഅൽനാൽ മുത്തഖീന. അല്ലാഹു പറഞ്ഞു വജഅൽനാഹും അയിമ്മത്തൻ. നാം അവരെ അയിമ്മത്തുകളാക്കിയിരിക്കുന്നു. അവിടെ ഒക്കെ ശ്രദ്ധിക്കണം വെച്ചാൽ വജഅൽനാഹും നാം ആക്കി നട്ടോ. നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ദീൻ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ദുനിയാവ് എല്ലാവർക്കും അത് കൊടുക്കും. ഇബ്ലീസിന് കൊടുത്തില്ലേ? ദുനിയാവ് കൊടുത്തില്ലേ? പ്രവാചകന്മാർക്ക് പോലും കൊടുക്കാത്ത ദുനിയാവ് ഇബ്ലീസിന് കൊടുത്തിട്ടില്ലേ? കാരണം ആദം നബിന്റെ മുമ്പുണ്ടാര്? ഇബ്ലീസ് ആദം നബിന്റെ മുമ്പില്ലേ? മരിച്ചണോ? ശൈത്താന്മാർ, ഇബ്ലീസിന്റെ മക്കളെ ശൈത്താന്മാർ വെച്ചിട്ടുണ്ടോ? പക്ഷെ ഇബ്ലീസ് ഇപ്പോഴും ഉണ്ട്. മനസ്സിലായില്ലേ? ലോകത്ത് ഇത്ര ആയുസിട്ട് നബി ഏതാള് കിട്ടീനോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്താണ് ഫിറഔൻ ഉണ്ടായത്. ഫിറൗന് കിട്ടിയ ഭൗതിക അനുഗ്രഹം മൂസാ നബി കിട്ടീനോ? കിട്ടിയില്ലല്ലോ. കാറൂന്റെ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് മറ്റൊന്നിങ്ങനെ അന്താളിച്ചെന്നു. യാലൈത്തന മിസ്ലമാ ഉത്തിയ ഹാറൂന് കിട്ടിയ പോലെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അവർ ആഗ്രഹിച്ചു വരെ പോയിന്ന്. അപ്പോൾ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അടുക്ക് ഇത്ര വിലയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ഏത് ഗാഫറിനും ഇബ്ലീസിനൊക്കെ കൊടുക്കണം ദുനിയാവ്. അള്ളാന്റെ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഏത് ഇബ്ലീസിനും എന്ത് ചെയ്യും? അള്ള കൊടുക്കും. പക്ഷെ അള്ളാന്റെ ദീനോ അത് എല്ലാവർക്കും കൊടുക്കൂല. അത് വജഅൽനാഹു. അള്ളാഹുവിന്റെ ദീന് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കൂ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ നമ്മൾ ദുനിയാവ് ആളുകൾക്ക് ഇപ്പൊ എന്താ വെച്ചാല് പിന്നെ ദീനിന്റെ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ എന്താ തടസ്സം? ദുനിയാവ് ആണല്ലോ. ദുനിയാവാണല്ലോ ഇപ്പൊ നമുക്ക് ദീനിന്റെ കാര്യങ്ങൾ പങ്കെടുക്കാൻ തടസ്സം എന്താണ്? ദുനിയാവാണ്. പക്ഷെ അള്ളാന്റെ അടുക്കൽ ദീനാണ് വലുത്, ദുനിയാവല്ല. കാരണം ദുനിയാവ് എല്ലാവർക്കും അത് എന്ത് ചെയ്യും? ഇഷ്ടംപോലെ കൊടുക്കും. ഇബ്ലീസിനടക്കം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ദീൻ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? കൊടുക്കുള്ളത്. ദീൻ്റെ പ്രത്യേകത. അപ്പൊ ദീനും ദുനിയാവും നോക്കുകയാണെങ്കിൽ ദീൻ തന്നെയാണ് ഒന്നാം സ്ഥാനമുള്ളത്. അതുകൊണ്ട് വജഅൽനാഹും നാം അവരാക്കിയിരിക്കുന്നു എന്നുള്ള പറയാൻ കാരണം അവർ സ്വയമായതല്ല. ദുനിയാവിന്റെ കാര്യം നമുക്ക് സ്വയം അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവണം. പക്ഷെ അവിടൊക്കെ വജഅൽനാഹും നാം അവരാക്കിയിരിക്കുന്നു അയിമ്മത്തൻ ഇമാമുകളാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന് പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇബ്രാഹിമി സ്വലാത്തിൽ എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. മനസ്സിലല്ലേ? അപ്പോൾ അവിടെ പണ്ഡിതന്മാർക്ക് ചർച്ച ഉണ്ടെന്ന് വെച്ചാൽ വജ്ഹു തസ്ബീഹ്, അതായത്
ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ കൊടുത്തതുപോലെ മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കൊടുക്കണമെന്നാണ്. അപ്പൊ സാധാരണ ഒരു തസ്ബീഹ് നബി പറയും, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താം. അള്ളാഹു നീ മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കൊടുത്തതുപോലെ കൊടുക്കണമെന്നാണ്. അതാണ് പ്രാർത്ഥിക്കണം സ്വലാത്തില്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ ഇബ്രാഹിം നബി ആണോ അഫ്ളല്? മുഹമ്മദ് നബി അല്ലേ? സംശയമില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ സാധാരണ പറയും പിന്നെ അലിയുൻ കൽ അസദി, അലി ഒരു പുലിയെ പോലെയാണെന്ന് പറയും. അലി പുലിയാണ് നമ്മൾ സാധാരണ പറയുന്നുണ്ടല്ലോ, അലി പുലിയാണ്. അലി പുലിയാണെന്ന് പറഞ്ഞാൽ എന്തർത്ഥത്തിലാണ് തസ്ബീഹ് നമ്മൾ സാദൃശ്യപ്പെടുത്തുന്നത്? ആ ധൈര്യം, ശുജാഅത്ത് അല്ലേ? ആ ശുജാഅത്തിലാണ്. അതിനർത്ഥം എന്താ വെച്ചാൽ അപ്പൊ ആ ശുജാഅത്ത് അലിയിലാണോ പുലിയിലാണോ കൂടുതലുണ്ടാണ്ട്? അലിനാണെങ്കിൽ പുലി അലിനെ പോലെ എന്നല്ല പറയാ. അലി പുലിയെ പോലെ എന്ന് പറയുമ്പോ ആർക്കാ ശുജാഅത്ത് കൂടുതൽ വേണ്ടേ? പുലിക്കല്ലേ? പറഞ്ഞ മനസ്സിലായി നിങ്ങള്? പിന്നെ പോയിന്റ് വ്യക്തല്ലേ? അപ്പൊ ഇവിടെ ഇബ്രാഹിം നബിക്ക് മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നീ കൊടുക്കണം ഇബ്രാഹിം നബിക്ക് കൊടുത്തതുപോലെ എന്ന് പറയുമ്പോൾ ഇതില് യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനാണ് എന്ത് കൂടുതൽ വരുന്നത്, കൂടുതൽ ശ്രേഷ്ഠത വരുന്നതെന്ന് വെച്ചാല് ഇബ്രാഹിം നബിയുടെ കുടുംബത്തിലാണ്, റസൂലുള്ളാഹിന്റെ കുടുംബത്തിനല്ല. അപ്പൊ അതിന് പണ്ഡിതന്മാർ പറഞ്ഞു അതിന് കാരണമുണ്ട്. ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽ പ്രവാചകന്മാരുണ്ട്. ഇബ്രാഹിം നബി കുടുംബത്തിൽ മക്കളൊക്കെ പ്രവാചകന്മാരല്ലേ? ശേഷം വന്ന എല്ലാ പ്രവാചകന്മാരും ആരുടെ കുടുംബത്തിലൂടെയാണ്? ഇബ്രാഹിം നബിയുടെ. എന്നാൽ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽ നബിമാരുണ്ടോ? ഇല്ലല്ലോ. നബിയോടുകൂടി അവസാനിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടി കുടുംബം അവസാനിച്ചില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫضل കൊണ്ടാണ് റസൂലുള്ളാഹിന്റെ കുടുംബത്തെക്കാൾ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിനും തെറ്റി ശ്രേഷ്ഠത തെറ്റി. അപ്പോഴെ സ്വലാത്ത് ഇത് ശരിയാവുള്ളൂ. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് വജഅൽനാഹും അയിമ്മത്തൻ, നാം അവരെ ഇമാമുകളാക്കിയിരിക്കുന്നു. അഥവാ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തെ നാം അയിമ്മത്തുകളാക്കി മാറ്റിയിരിക്കുന്നു, ഇമാമുകളാക്കിയിരിക്കുന്നു. അപ്പൊ ഇമാമികൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാര് അവരെ പിൻപറ്റിയ ആൾക്കാരൊക്കെ ഇമാമികളാണ്. നമ്മൾ ഇമാം ബുഖാരി എന്ന് പറയും, ഇമാം മുസ്ലിം എന്ന് പറയും, അതുപോലെ തന്നെ ഇമാം ഷാഫി എന്ന് പറയും, ഇമാം മാലിക് എന്ന് പറയും, ഒക്കെ നമ്മുടെ ഇമാമികളാണ്. ഇമാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അമ്പിയാക്കന്മാരില്ലാത്തവരും എന്ത് പറഞ്ഞാൽ സ്വീകരിക്കാന്നല്ല, അവർ ഹക്കേ പറയുള്ളൂ. പക്ഷെ അവർക്ക് അബദ്ധങ്ങൾ സംഭവിക്കാം, പക്ഷെ പ്രവാചകന്മാർക്ക് അബദ്ധം ഉണ്ടാവുകയില്ല. അത് നമ്മുടെ അഖീദ എന്ന് പറഞ്ഞു. എന്താണ് അയിമ്മത്തിന്റെ പ്രത്യേകത? യഹ്ദൂന ബി അംരിന, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കൽപ്പന പ്രകാരം അവരെന്ത് ചെയ്യുന്നു? അവർ ആളുകളെ ഹിദായത്തിലേക്ക് നയിക്കുന്നു. അങ്ങനത്തെ ഒരാണ് ശരിക്കും ഇമാമിങ്ങൾ. അപ്പൊ ശരിക്കും ഇമാമിങ്ങളുടെ ക്വാളിറ്റി ആണെന്ന് പറഞ്ഞു. ഈ ഇമാമ എന്ന് പറഞ്ഞിട്ട് ആളുകൾ ബലാലത്തേക്കെല്ലാം കൊണ്ടുപോവുക. അവൻ വലിയ ഇമാമാണ്, പക്ഷെ നരകത്തേക്കല്ലേ വിളിക്കുക. വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബി അംരിന, നമ്മുടെ കൽപ്പന കൊണ്ടവർ ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കും, ആളുകൾക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കും. അപ്പൊ ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കുന്ന, വെളിച്ചം കാണിച്ചു കൊടുക്കുന്നവരാണ് ശരിക്കുള്ള ഇമാമിങ്ങൾ. അല്ലാത്തവരിപ്പം എന്ത് വലിയ തലീകെട്ടിട്ട് അല്ലെങ്കിൽ വലിയ വേറിട്ടാലും അത് വലിയ നീളക്കുപ്പാട്ടായാലും ഇനിയിപ്പോൾ ഏത് ഇമാമും 2 ഇമാമ് സ്ക്വയർ ഇട്ടാലും ഓനെ ഇമാമെന്ന് അറിയാൻ പറ്റില്ല. അള്ളാഹ് ഇമാമിന്റെ ക്വാളിറ്റി എന്താ അവിടെ പറഞ്ഞ? യഹ്ദൂന ബി അംരിന, നമ്മുടെ കൽപ്പന പ്രകാരം എന്ത് ചെയ്യണം? ആളുകൾക്ക് ഹിദായത്ത് കൊടുക്കണം, ആളുകൾക്ക് സന്മാർഗം കൊടുക്കണം. സന്മാർഗം കൊടുക്കുന്നവർ ഹിദായത്ത് ആക്കാനൊന്നും കഴിയില്ല, പക്ഷെ ഹിദായത്തിന്റെ വെളിച്ചം എന്ത് ചെയ്യണം? അവർക്ക് കാണിച്ചു കൊടുക്കണം. എല്ലാ നബിമാരും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ വഹൈന ഇലൈഹിം, നാം അവർക്ക് വഹി നൽകിയിട്ടുണ്ട്. ഈ പ്രവാചകന്മാർക്കെല്ലാം വഹി നൽകിയിട്ടുണ്ട്. എന്ത്? ഫിഅലൽ ഖൈറാത്ത്, നന്മകൾ ചെയ്യാൻ. ലോകത്ത് നബിമാര് വന്നതും ഇസ്ലാം വന്നതും ആളുകൾക്ക് നന്മ ഉണ്ടാക്കാനാണ്, ഖൈർ ചെയ്യാൻ. ഏറ്റവും വലിയ ഖൈർ ഏതാ? ഏറ്റവും വലിയ ഖൈർ ഏതാ? ഏറ്റവും വലിയ ദുൽമ ഏതാ? അതിന്റെ ഓപ്പോസിറ്റ് ഏറ്റവും വലിയ ഖൈർ. ഏറ്റവും വലിയ ഖൈർ ഏതാണ്? തൗഹീദ്. അതിനെക്കാൾ വലിയ ഖൈറുണ്ട് ലോകത്ത്. കാരണം ഏറ്റവും വലിയ ദുൽമ ഏതാണ്? ശിർക്കല്ലേ? ഏറ്റവും വലിയ ദുൽമ ഏതാ? ശിർക്കല്ലേ? ആ ശിർക്കിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഏറ്റവും വലിയ ഖൈർ. സംശയമുണ്ടോ? ഏറ്റവും വലിയ ഖൈർ പഠിപ്പിക്കാനാണ് ആര് വന്നിട്ടുള്ളത്? എല്ലാ അമ്പിയാക്കന്മാരും. ആ തൗഹീദാണ് ഫിഅലൽ ഖൈറാത്ത്. ആ ഫിഅലൽ ഖൈറാത്തുകളിൽ അതിൽ തൗഹീദാണ്. തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം, നോമ്പ്, കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ തൗഹീദില്ലാത്ത ആള് നിസ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, ഇപ്പൊ നമ്മൾ ഇനി റമദാൻ മാസം വരാൻ പോവുകയാണ്. ഇപ്പൊ ചില നമ്മുടെ നാട്ടിലൊക്കെ പേപ്പറിലൊക്കെ കാണുന്ന പിന്നെ ദേവദാസൻ വ്രതമെടുക്കുന്നു,
അല്ലെങ്കിൽ ഇന്ന ആൾ നോമ്പെടുക്കുന്നു പത്രത്തിന് വരും, വലിയ കാര്യമുണ്ടോ? ഓരോ കൊളസ്ട്രോളും ഷുഗറൊക്കെ ചിലപ്പോൾ കുറഞ്ഞുകൂടായില്ല, പക്ഷെ അതുകൊണ്ട് അള്ളാന്റെ അടുക്കൽ എന്തിട്ടില്ല പോയിട്ടു. കാരണം തൗഹീദില്ല, ഈമാനുള്ളവർക്ക് അവന്റെ അമൽ കൊണ്ട് ഉപകാരം കിട്ടുള്ളൂ. ഫഅലുൽ ഖൈറാത്താണ് അവർക്ക് ഏറ്റവും ആദ്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുക്കുന്നത് തൗഹീദിന്റെ വിഷയങ്ങൾ. അത് റജബ് മാസത്തില് നോമ്പുണ്ടെങ്കിൽ മെഹറാജിന് ഇപ്പം നമ്മളാരും മെഹറാജിന് പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മെഹറാജിന് പോയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മെഹറാജിന് നോമ്പ് നോറ്റിട്ടില്ല. പിന്നെ ഇപ്പം അങ്ങനത്തെ ഒരു നോമ്പ് ഉണ്ടെങ്കിൽ അത് ആദ്യം നോൽക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റതായിട്ട് ഒന്നുമില്ല. ഇപ്പം ഞാൻ ഇന്നൊരു വീഡിയോ കിട്ടിയ നമ്മുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ, അത് നമ്മൾ ഹദീസ് നോക്കിയിട്ടൊന്നുമില്ല. അള്ളാഹിന്റെ ചിഹ്നങ്ങൾ ആരെങ്കിലും ആദരിച്ചാൽ അത് തഖ്വയിൽ പെട്ടതാണ്. അപ്പൊ റജബ് എന്ന് പറഞ്ഞ അള്ളാഹിന്റെ ചിഹ്നമാണ്. ആ ചിഹ്നത്തെ നമ്മൾ ആദരിച്ചിട്ടാണ് നമ്മൾ മുമ്പ് കൊടുക്കുന്നത്. അപ്പൊ സുന്ന ഹദീസിലില്ലാന്ന് ഉറപ്പായി. മാത്രമല്ല ഈ ആയത്തിറങ്ങിയത് ആർക്കാ? ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കല്ലല്ലോ ആയത്തിറങ്ങിയത്. ആയത്തിറങ്ങിയ ആർക്കാ? മുത്തുനബിക്കല്ലേ, മുത്തുക്കോയ തങ്ങൾക്കല്ലല്ലോ. മുത്ത് തങ്ങൾക്കാണ് ആയത്തിറങ്ങിയത്. ആ മുത്ത് തങ്ങൾ എന്തിട്ടില്ല, ഈ ആയത്തിച്ചിട്ട് റജബ് നോമ്പ് പറ്റില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നിങ്ങൾ ആലോചിക്കണം, ഇബ്ലീസിന്റെ ഒരു പ്രവർത്തനത്തിന്റെ വിജയം. പിന്നെ റമദാനിൽ വരെ നോമ്പ് വെക്കാൻ മടിയുള്ളവർക്ക് വരെ ഇതിന് ഭയങ്കര പുരുഷനല്ലോ. ഇപ്പൊ സുന്നത്ത് നോമ്പ് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുണ്ട്. ആരും നോക്കുന്നുണ്ടോ? 13, 14, 15 അയ്യാമുൽ ബീദ് നോമ്പുണ്ട്. അതന്നെ അങ്ങനത്തെ നോമ്പുണ്ടെന്ന് ആൾക്കാർക്ക് അറിയില്ല. മുഹറം 9, 10 നോമ്പുണ്ട്. അതുപോലെ തന്നെ പിന്നെ അറഫാ ദിനത്തിന് നോമ്പുണ്ട്. ഈ നോമ്പിനൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഇക്കാരെന്ത് അത് പിന്നെ എന്താ പറയാ, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം. കുറച്ചു കാലം വരുമ്പോൾ എന്താ വെച്ചാല് പിന്നെ സുന്നത്ത് എടുക്കണവന് കയ്യിൽ തീക്കട്ട പിടിച്ചവനെ പോലെക്കാരൻ, അത്ര ഇടങ്ങേറിക്കാരൻ. കാരണം എല്ലാവരും ബിദഅത്തിലേക്കാരൻ. ഒരു ബിദഅത്തിനെ നീ ഒഴിവാക്കി കഴിഞ്ഞാൽ ആളുകൾ പറയും തറക്ത സുന്ന. കൊണ്ടുവെന്താ സുന്നത്ത് എടുക്കാത്ത? ബിദഅത്ത് ചെയ്യാത്തവനെ ചൂണ്ടിക്കാണിച്ച ആൾക്കാർ കേൾക്കുന്നുണ്ട്, ഇജ്ജ് സുന്നത്ത് ഒഴിവാക്കിയില്ലേ, അത് ചെയ്യണം എഴുന്നേൽപ്പിച്ചു. അതോ നമസ്കാരത്തെ എഴുന്നേൽപ്പിച്ച് നിർത്തുക, അതാണ് ശരിക്കും എൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ എൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞ ഇഖാമത്ത് സലത്ത് വെറും നിസ്കാരമല്ല. ഒന്ന് അതിൻ്റെ അവ്വൽ വക്തിൽ അതിൻ്റെ ശുറൂത്തുകൾ പാലിച്ചുകൊണ്ട്, അതിൻ്റെ വസ്ത്രധാരണം പാലിച്ചുകൊണ്ട്, അതിൻ്റെ ജമാഅത്തോടു കൂടി അതിൻ്റെ റവാത്തിബുകൾ അടക്കമുള്ളത് പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ളതാണ് ഇഖാമത്ത് സലാത്ത്. ഒരാൾ 5 നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ ഒറ്റ സുന്നത്ത് നിസ്കരിക്കുന്നില്ല, അയാൾ ഇഖാമത്ത് സലാത്ത് എന്ന് പറയാൻ പറ്റില്ല. അയാൾക്ക് നിർബന്ധമായത് അയാൾ ചെയ്യുന്നുണ്ട്, അയാളെ ബാധ്യത ഒഴിവായിട്ടുണ്ട്. പക്ഷെ ഇഖാമത്ത് സലാത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അതിൻ്റെ പ്രതിഫലം ഒരാൾക്ക് ലഭിക്കുന്നത് എപ്പോഴാണ്? അതിൻ്റെ അവ്വൽ വക്തിലാകുക, അതുപോലെ തന്നെ ജമാഅത്തോടു കൂടിയാകുക. പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകൾക്ക് പിന്നെ ജമാഅത്ത് നിർബന്ധമല്ല. അതേ സമയത്ത് സമയം പാലിക്കണം. സ്ത്രീകളാണെങ്കിൽ ഇപ്പോൾ നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ എപ്പോഴാണ് ദൂരസ്കരിക്കൽ വെച്ചാൽ അസറിനെ മൂട്ടില്ല, എന്നാൽ പിന്നെ ഒറ്റ നിസ്കാരമൊക്കെ പെട്ടാൽ മതിയല്ലോ. ഒരു മണിക്ക് 2 പക്ഷി ഇതൊക്കെ പറഞ്ഞോടല്. പിന്നെ ഒറ്റ വധുവിന് 2 നിസ്കാരം സ്കെച്ച്, പിന്നെ എന്നാൽ പിന്നെ അസറിൻ്റെ അവര് വക്തുമായി, അപ്പോഴോ ളുഹറിൻ്റെ ആസ്തുമായി. അതുണ്ടാകാൻ പാടില്ല. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബുൻ മൗഖൂത എന്നുള്ള പറഞ്ഞു. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സമയം നിർണയിച്ചിട്ടുള്ള ഇബാദത്താണ് നിസ്കാരം. ഇതെവിടെ അള്ളാഹ് പറഞ്ഞത്? എപ്പോഴാണ് പറഞ്ഞാൽ യുദ്ധത്തിനിടയിലുള്ള നമസ്കാരത്തെ പറ്റി പറയുന്നതിനിടയിലാണ് ഇത് പറഞ്ഞത്. യുദ്ധത്തിലുള്ള നമസ്കാരം എങ്ങനെയാണെന്ന് പഠിപ്പിക്കുമ്പോഴാണ് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഇഖാമത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ സമയം പാലിക്കണം, അതിൻ്റെ അദബുകൾ പാലിക്കണം. അദബുകൾ പാലിക്കുന്ന പറഞ്ഞപ്പോൾ ഈ പള്ളിക്കൊക്കെ വരുന്ന ചില ആൾക്കാർ കാണാം, അവിടെ നെയ്മർ ഉണ്ടാവും, മെസ്സി ഉണ്ടാവും, അതുപോലെ തന്നെ പിന്നെ റൊണാൾഡോ ഉണ്ടാവും. ഇവരക്കാര സഹാബത്ത സഹാബത്തല്ലല്ലോ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. കാഫിരീങ്ങൾ അള്ളാഹ്ക്ക് എന്തില്ല? ഇഷ്ടമല്ല. അപ്പം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ പേരും ധരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അള്ളാൻ്റെ ബുക്കാണ് ഉണ്ട്. അത് ശരിക്കും അള്ളാഹിനെ കളിയാക്കലല്ലേ. അപ്പം അതൊന്നും നമ്മൾ ശരിക്കും ഖുദൂ സീനത്തക്കും എൻ്റെ കുല്ലി മസ്ജിദ്, നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ അലങ്കാരം അത് സ്വീകരിക്കണം എന്നുള്ള പറയുന്നത്. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും. പെണ്ണുങ്ങളൊക്കെ ചിലപ്പോൾ ഈ
ഞാൻ എപ്പോഴും സാധാരണ പറയണ്ട, ഈ നിസ്കാരക്കുപ്പായൊക്കെ പണ്ടൊക്കെ റമദാനാണ് നിസ്കാരക്കുപ്പായം തിരുമ്പുക. റമദാൻ വരുമ്പൊക്കെ തിരുമ്പി പിന്നെ അതിങ്ങനെ ഒതുണ്ടാക്കി പിന്നെ അതൊക്കെ ചുറ്റി മടക്കി മണക്കണ, ഒരിക്കലും അകത്ത് വൃത്തികേടുള്ളതോ അല്ലെങ്കിൽ ദുർഗന്ധമുള്ളതോ ആയ ഒരു വസ്ത്രം ഇട്ടുകൊണ്ടല്ല നമ്മൾ അള്ളാൻ്റെ മുമ്പിൽ വരണ്ടേ. ഇപ്പം ആണുങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ രാത്രിയൊക്കെ കിടന്നിറങ്ങിയ ഡ്രസ്സ് എടുത്തിട്ട് പല ആളുകളും ഇപ്പോൾ ഈ എക്സസൈസ് ഒക്കെ ഉള്ളതുകൊണ്ടേ അതിട്ടിട്ട് പള്ളിക്ക് വരും. നിങ്ങൾ അള്ളാന്റെ മുമ്പേക്കാണ് ഏറ്റവും അണിഞ്ഞൊരുങ്ങി പോകേണ്ടത്. നമ്മൾ കല്യാണത്തിന് പോവാണെങ്കിലോ എല്ലാവരും അണിഞ്ഞൊരുങ്ങൂലേ, അത് വേണ്ടെന്നല്ല. പക്ഷെ 25 എല്ലാ 5 വക്തും സൂട്ടും കൂട്ടിട്ട് പോകുന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, ഉള്ളതിൽ ഒരു വൃത്തിയുള്ളതും നല്ലതുമായൊരു വസ്ത്രം ധരിച്ചിട്ടാണ് പള്ളിക്കോട്ടെ. അത് ആണുങ്ങൾ ശ്രദ്ധിക്കണം, പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ ആ കാഴ്ച അതൊക്കെ ഇഖാമത്ത് സ്വലാത്തിന്റെ ഭാഗമാണ്. നിസ്കാരം പൂർണ്ണതയിൽ നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യേണ്ടത്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതിപ്പോ ആർക്കോ ഇതായത്ത് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിന്റെ കുടുംബത്തിനാട്ടോ. ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിം നബിയുടെ ശരീരത്തിലും എന്തുണ്ട്? നിസ്കാരമുണ്ട്. എല്ലാ നബിമാർക്കും എന്തുണ്ട്? നിസ്കാരം. നിസ്കാരം നമുക്ക് മാത്രമല്ല, എല്ലാ ഉമ്മത്തിലും. അതുകൊണ്ടാണല്ലോ മൂസ 50 വക്ത് നിസ്കാരം നിർബന്ധാക്കിയിരുന്ന മൂസാ നബി 50 വക്തിൽ 5 ചുരുക്കാൻ പറഞ്ഞു. കാരണം മൂസാ നബിക്ക് പരിചയമുണ്ട് നിസ്കാരം. ഇത് 50 കഴിയൂലെന്ന് മൂപ്പർക്ക് മൂസാ നബിക്ക് ബോധമുണ്ട്. മൂസാ നബിന്റെ മുമ്പാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയുടെ ശരീരത്തിലും എന്തൊരു നിസ്കാരം. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വേർതിരിവാണ് അല്ലേ. ഇനി ഒരു കാര്യം കൂടി ചിന്തിച്ചു നോക്കി. ഇപ്പോൾ പിന്നെ ഒരു മുസ്ലിം പിന്നെ സുബൈക്ക് പള്ളിയിൽ പോയില്ല, ഓൻ കിടന്നുറങ്ങി. രാവിലെ നീച്ചിട്ട് എന്താ ചെയ്യുക? രാവിലെ നീച്ചാൽ ഓൻ ബാത്റൂം പോവും, പിന്നെ കുളിക്കും, ഓന് ഡ്രസ്സ് സ്ഥിരിടും, ഓൻ ജോലിക്ക് പോവും. ഇനിയിപ്പോൾ ഒരു അമുസ്ലിം ആളെന്താ ചെയ്യുക? ഓന് രാവിലെ നീക്കും, ബാത്റൂം പോവും, കുളിക്കും, സ്ഥിരിടും, ജോലിക്കും. എന്താ വ്യത്യാസമുള്ളത്? ഓനും ചായ എടുക്കും, ഇവരും ചായ എടുക്കും. മറ്റൊരു ഡ്രസ്സ് സ്ഥിരം, ഡ്രസ്സ് സ്ഥിരണ്ട്. ഓനും ജോലിക്കോടും ഇവരും ജോലിക്കോടും. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അത് റസൂലുള്ളാഹി അൽ ഫർഖുല്ലദി അൽ അഹദുല്ലദി ബൈനനാ വബൈനഹും അസ്സലാ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ച് അല്ലാഹുവിന്റെ മുമ്പ് സുജൂദ് ചെയ്യും, ഇവനോ സുജൂദ് ചെയ്യൂല. അതന്നെ വ്യത്യാസം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഫമൻ തറക്കഹാ ഫഖദ് കഫറ. അവൻ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഓനും ആ മുസ്ലിമും തമ്മിൽ എന്തില്ല? വ്യത്യാസം ഒരുമാതിരി. അത്രയും പ്രാധാന്യമുള്ളതാണ് നിസ്കാരം. അപ്പോൾ അത് എല്ലാ ശരീരത്തിലുണ്ട്. ഈ ഉമ്മത്തിൽ 5 വക്ത് നിസ്കരിച്ചാൽ 50 വക്തിന്റെ കൂലിയാണ്. ലോകത്ത് പടച്ചോനല്ലാതെ 5 ദിവസം ജോലി ചെയ്താൽ 50 ദിവസത്തിന്റെ കൂലി കൊടുക്കണ ഒരു പടപ്പ് അള്ളാന്റെ ദുനിയാവിലുണ്ടോ? ഉണ്ടോ? നമ്മൾ പറഞ്ഞാണ് 5 ദിവസം വർക്ക് ചെയ്താൽ 50 ദിവസത്തെ കൂലി കൊടുക്കണ ലോകത്തൊരു കമ്പനി ഉണ്ടോ? 5 ദിവസം വർക്ക് ചെയ്തതിന് മണിക്കൂർ വെട്ടിക്കുറച്ചതിന് പഞ്ചിന് 2 മിനിറ്റ് പോയിക്കണമെങ്കിൽ ആ ശമ്പളം കട്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരെ നമ്മള് അല്ലേ? എന്നാൽ 5 വക്ത് നിസ്കരിച്ചാൽ 50 വക്തിന്റെ കൂലി ഇരുന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതാണ് അള്ളാഹ്. അങ്ങോട്ട് അതിന് നിസ്കരിക്കാൻ നമുക്ക് പിന്നെ നേരല്ല. വൈതായി സക്കാത്ത്, സക്കാത്ത് കൊടുക്കണം. അവിടെയും അള്ളാഹ് പറഞ്ഞെന്ന് വെച്ചാൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ സക്കായസ്കു എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം എന്നർത്ഥം. സക്കാത്തിന്റെ പദത്തിനർത്ഥം ശുദ്ധീകരണം എന്നാണ്. അപ്പൊ സക്കാത്ത് കൊടുക്കുമ്പോൾ സമ്പത്ത് ശുദ്ധീകരിക്കാൻ. സമ്പത്ത് ശുദ്ധീകരിക്കുന്ന പറഞ്ഞാൽ നമ്മളുടെ സമ്പത്ത് പിന്നെ നിസാബ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നിശ്ചിത ഭാഗം എന്താണ്? നമ്മുടേതല്ല, അത് പിന്നെ ബാക്കിയുള്ളവരുടെ അവകാശമാണ്. ആ അവകാശം നമ്മൾ കൊടുക്കാതിരുന്നാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഉള്ള സമ്പത്തിന് എന്ത് ചെയ്യും? ബാധിക്കും. അപ്പൊ നമുക്കൊരു അപ്പൻഡിക്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി നോക്കിക്കോളി. അപ്പൻഡിക്സ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുക അല്ലേ? അപ്പൊ ആ അപ്പൻഡിക്സ് നീക്കിയിട്ടില്ല എന്താ ഉണ്ടാകുക? അപകടം ചെയ്യും. അപ്പൊ നീക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധിയായി. അതിന്റെ ശരീരത്തിലുള്ള തന്നെയല്ലേ അങ്ങനെ ഞാൻ ഒഴിവാക്കുന്ന പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ശരീരത്തിലുള്ള തന്നെ നമുക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ പിന്നെ മാലിന്യങ്ങൾ പുറത്തു കൊള്ളില്ല കുട്ടിക്കൊള്ളി. അതിന്റെ ശരീരത്തിൽ എന്താ പുറത്തുമില്ലെങ്കിൽ അത് പുറത്തുമില്ല. അപ്പൊ കാണാൻ എന്താ ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ നമ്മുടെ സമ്പത്തിൽ നമ്മൾ നിർബന്ധമായി കൊടുക്കേണ്ട സക്കാത്ത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഉള്ള സമ്പത്തിനും കൂടെ എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യും? പിന്നെ ഇല്ലാതെയാക്കി കളയുന്ന മാത്രമല്ല അതിനെ മലിനമാക്കും. അതുകൊണ്ട് സക്കാത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം. ഇവിടെ അള്ളാഹു ഈ സക്കാത്തും സലാത്തും എല്ലാ ഉമ്മത്തിനുണ്ട്. കാരണം സലാത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ഇബാദത്താണ്. സലാത്ത് ഒരാൾ നിസ്കരിച്ച അതിന്റെ ഗുണം ആർക്കാണ്ടാകുക? അയാൾക്കുള്ളൂ.
അതേ സമയത്ത് സക്കാത്ത് അങ്ങനല്ല. അയാൾ സക്കാത്ത് കൊടുത്താൽ അതിൻ്റെ ഗുണം ആർക്ക് കിട്ടും? സമൂഹത്തിനാണ്. ഒരാൾ സക്കാത്തിൽ ഒരു കിണർ കുഴിച്ചു, അതല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കി, അതല്ലെങ്കിൽ ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുത്തു, അതല്ലെങ്കിൽ വേറെ ക്വാർട്ടേഴ്സ് വാങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ വണ്ടി വാങ്ങിക്കൊടുത്തു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം. അപ്പോൾ സമൂഹത്തിന് മൊത്തത്തിൽ അതിൻ്റെ ഗുണം കിട്ടും. വ്യക്തിപരമായതും സാമൂഹികവുമായിട്ടുള്ളതാണ് ഇസ്ലാമിൻ്റെ ഇബാദത്തൊക്കെ തിരഞ്ഞെടുത്ത് നോക്കിയാണ്. പല ആൾക്കാർക്ക് നിസ്കരിക്കാൻ നല്ല ഉഷാറായിക്കാരം. പക്ഷെ സക്കാത്ത് നോക്കാണ്ട് വരുമ്പോഴാണ് അത് കൂട്ടിക്കഴിച്ച് പിന്നെ അങ്ങോട്ടാക്കി അത് 10 മൂല്യന്മാരോട് ചോദിച്ച് അങ്ങനെ കൊടുക്കാനല്ല, കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ റമദാൻ മാസം വരെയാണ്, ഇപ്പൊ സ്വർണ്ണം ഉണ്ടാവും, അത് വാപ്പ തന്ന മുതലാണ് അറിയും. പെണ്ണുങ്ങൾ 10 പവനാറുണ്ടെങ്കിൽ വാപ്പ കൊടുക്കോ? വാപ്പ ഞാൻ ഒക്കെ കൊടുത്തുന്ന് അറിയും. ഓട് അത് വാപ്പാൻ്റെ ആണ് അറിയും. എത്ര ഉണ്ട് ഇല്ലേ? സക്കാത്ത് കൊടുക്കണില്ല. സക്കാത്ത് കൊടുക്കാൻ ആരാണോ എൻ്റെ സാഹിബ് ഓനാണ് കൊടുക്കുക. ഓന് എൻ്റെ ഗുണം, എൻ്റെ ഷെറുണ്ടാവും. പെണ്ണുങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചോടി. പൈസ എടുത്താൽ മതി, അത് അതിൻ്റെ മൂല്യം കണക്കാക്കി. പക്ഷെ എന്താ വെച്ചാൽ അതിനിപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ മസാല ഉണ്ട്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ അത് ഇടുന്ന ആഭരണങ്ങൾക്ക് സക്കാത്തുണ്ടോ? ഇടുന്ന ആഭരണങ്ങളാണ് 10 പവൻ ആരും ഇട്ടെടുക്കുന്നുണ്ടോ? അതുപോലെ 10 പവൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇടുന്നതാണെങ്കിലും ഇടാത്താണെങ്കിലും വെട്ടിപ്പൊട്ടിച്ചാണെങ്കിലും ഒക്കെ കൊടുക്കണം. 12 കൊടുക്കണം അല്ലേ? ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ ഈ എന്താ പറയുക, ലോങ് ജമ്പ് ചാടൂല്ലേ? ലോങ് ജമ്പ് ചാടുമ്പോൾ നമ്മളെന്താ വെച്ചാൽ അവിടുന്ന് ഉണ്ടല്ലോ, ഇവിടുന്ന് അങ്ങോട്ട് ഒന്നായിട്ട് ഇറക്കും. അത് ഒരു പെര കഴിഞ്ഞാൽ പിന്നെ ഫുൾ അളക്കല. അതുപോലെ 10 പവൻ എന്നുള്ളത് അത് നിസാബാണ്. അവിടെ അതുവരെ കൊടുക്കാതിരിക്കാനുള്ള അളവാണ്. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കൊടുക്കണം. കാരണം ഇതുവരെ ഒരു അനുവദിക്കപ്പെട്ട മുതലാണ്. ഈ 10 പവൻ എന്നുള്ളത് വരെ അവന് അനുവദിക്കപ്പെട്ട മുതലാണ്, അവന് ഉപയോഗിക്കാൻ പറ്റിയ മുതലാണ്. പക്ഷെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ബൗണ്ടറി കഴിഞ്ഞാൽ പിന്നെന്തായി? അവൻ്റെത് ഫുള്ളായിട്ട് കൊടുക്കണം. അതേ പറഞ്ഞു, നേരത്തെ പറഞ്ഞു. അങ്ങനെ കുറേ മസാല ഉണ്ട്. അതൊക്കെ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമിലെ സംഗതി ഇല്ലാതെയാക്കാനുള്ള കുതന്ത്രങ്ങളാണ്. കഹീലത്ത് എന്ന് പറഞ്ഞു. അന്ന് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത്, സക്കാത്ത് കൊടുത്തിട്ട് ഒരാൾ ദുനിയാവിൽ ദരിദ്രനായിട്ടില്ല. അത് റസൂലുള്ളാഹി പ്രസംഗം പറഞ്ഞതാണ്. സ്വതക്ക കൊടുത്തിട്ട് ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ സമ്പത്തിൽ നിന്ന് ഒരിക്കലും സക്കാത്ത് ചുരുക്കുകയില്ല. കാരണം എന്താ വെച്ചാൽ ഓൻ്റെ അല്ലല്ലോ കൊടുക്കണേ. ഓൻ്റെ പൈസ അല്ലല്ലോ ഓൻ കൊടുക്കണേ. ഓൻ്റെതാ അല്ലല്ലോ. ഈ 2.5% എന്നുള്ള ഓൻ്റെതാണോ? അത് ഓന് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. മറ്റുള്ളവൻ്റെ അവസാനം കൊടുത്ത് ഓൻ്റെ അമ്പത്തോടെ ചുരുങ്ങി. കൊടുത്തവന് കൂലിയിട്ടുണ്ട്. അതാണ്, അവൻ കൊടുത്തവന് കൂലിയിട്ടുണ്ട്. കാരണം അള്ളയാണ് ഒരു മനുഷ്യന് സമ്പത്ത് കൊടുക്കണം. അവസാനിപ്പിക്കുക. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഒരു മനുഷ്യന് സമ്പത്ത് എന്നുള്ളത് അയാളുടെ അധ്വാനം കൊണ്ടോ അയാളുടെ ബുദ്ധി കൊണ്ടോ കിട്ടുന്നതല്ല. അധ്വാനക്കൊരു സബബ് മാത്രമാണ്. സ്വന്തം ഒപ്പിടാൻ പോലും അറിയാത്ത എത്ര കോടീശ്വരന്മാരുടെ ലോകത്ത് ഇല്ലേ? സ്വന്തം പേരിനെടുത്തിട്ട് ഒന്ന് ഒപ്പിടാൻ പോലും അറിയാത്ത കോടീശ്വരന്മാർ. എന്നാൽ ഡോക്ടറേറ്റും 10 ഡോക്ടറേറ്റും എന്താ പറയുക, ഷഹാദത്തും അവൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഒക്കത്തെച്ചിങ്ങനെ നടന്നിക്കണ തേരാപേര നടക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇതൊക്കെ ഇർസുഖുല്ലാഹു ലിമൻ യശാ, അള്ളയാണ് ഇതൊക്കെ റിസ്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വാതു മിമ്മാലില്ലാഹില്ലദി ആതാക്കും, അള്ളാന്റെ സമ്പത്തിൽ നിന്ന് അള്ള നിങ്ങൾക്ക് എന്താണ് അത് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. നിങ്ങളെ സമ്പത്തിൽ നിന്നല്ല, മിമ്മാലില്ലാഹില്ലദി ആതാക്കും, അള്ളാഹുവിന്റെ സമ്പത്തിൽ നിന്ന് അള്ള നിങ്ങൾക്ക് തന്നത് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞു. അധ്വാനിക്കണം. ഇല്ല, സക്കാത്തിന് ബബത്തുണ്ട്, സദക്കത്തിനും കൊടുക്കാം. ആ ഒരു കണക്കുണ്ട്. 2% എന്നുള്ള കണക്കാണ്. ഇപ്പോൾ 1 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 1 ലക്ഷം അപ്പുറത്ത് 2,500 കൊടുത്താൽ മതി. 1 ലക്ഷം ഒരാൾക്കൊരു കൊല്ലം ബാലൻസ് വന്നിട്ട് ആൾക്ക് എത്ര കൊടുക്കണ്ടേ? 2,500 ഉറുപ്പ്യ.
ആലോചിച്ചു, 1 ലക്ഷം ഒരാളുടെ കയ്യിൽ ഒരു വർഷക്കാലം ബാലൻസ് വരികയാണ്. എന്നിട്ട് അയാൾക്ക് എത്ര കൊടുക്കേണ്ടി വരുള്ളൂ? 2500 റുപ്യ. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയം വരാൻ നമുക്ക് വേണമെങ്കിൽ റമദാൻ്റെ മുമ്പുള്ള വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ വക്കാനു ലന ആബിദീൻ, അവർ നമ്മെ ആരാധിക്കുന്നവരായിരുന്നു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബവും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകത. അത് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനും. കാരണം ആ 2 കുടുംബമാണ് ഈ ഉമ്മത്തിന് മാതൃക. ഇബ്രാഹിം നബിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ കുടുംബമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ആലു ബൈത്ത്, റസൂലുള്ളാഹിന്റെ ഭാര്യമാര്, റസൂലുള്ളാഹിന്റെ മക്കള്, ആലു ജഅഫർ, ആലു ഉഖൈൽ, ആലു അലി, ആലു അബ്ബാസ്. ഇതാണ് അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞത്. ആരൊക്കെയാണ്? ആലു അബ്ബാസ്, അബ്ബാസ് റളിയല്ലാഹുവിന്റെ മക്കള്, ഇവരെ മക്കൾ ഒരു അഹ്ലു ബൈത്താണ്. ആലു അലി, അലി റളിയല്ലാഹുവിന്റെ മക്കൾ വേറെ കുട്ടികൾക്ക് അഹ്ലു ബൈത്താണ്. ആലു ഉഖൈൽ, ഉഖൈൽ എന്ന് പറഞ്ഞാൽ അബൂ താലിബിന്റെ സഹോദരനാണ്. അബ്ദുല്ലാ റസൂലുള്ളാഹിന്റെ പിതൃവ്യനാണ്. അതുപോലെ തന്നെ ആലു ജഅഫർ. ഈ 4 കുടുംബമാണ് അഹ്ലു ബൈത്ത്. അഹ്ലു ബൈത്ത് ഇന്നുണ്ട്, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. പക്ഷെ അഹ്ലു ബൈത്ത് ആകണം എപ്പോഴാണ് ചോദിച്ചാൽ റസൂലുള്ളാഹി പഠിപ്പിച്ച ആദർശം ഉണ്ടാവണം. മനസ്സിലായില്ലേ? അഹ്ലു ബൈത്ത് ഇപ്പോഴും ഉണ്ട്. ആ അഹ്ലു ബൈത്തിനെ ആദരിക്കണം. അഹ്ലു ബൈത്തിന് ഇസ്ലാമിക സ്ഥാനമുണ്ട്. ആ അഹ്ലു ബൈത്തിൽ നിന്നാണ് അവസാന കാലഘട്ടത്തിൽ ഈ മഹദി ഇമാം എന്തിയ വരിക. അതൊക്കെ ഹദീസിലുള്ളതാണ്, അഹ്ലു ബൈത്തിലുണ്ട്. അപ്പൊ അഹ്ലു ബൈത്ത് ഈ 4 കുടുംബമാണ്. ആ 4 കുടുംബത്തിൽ ഉള്ള ആൾക്കാരാണ്, അതിലുള്ള പുരുഷന്മാരുടെ പോണതാണ് അഹ്ലു ബൈത്ത്. ഫാത്തിമ അലി റളിയല്ലാഹു അൻഹു, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യന്മാരാണ് ഉഖൈൽ, അബ്ബാസ്, അതുപോലെ തന്നെ ജഅഫർ. പിതൃവിന്റെ പുത്രനാണ് ആര്? അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു. പിന്നെ റസൂലുള്ളാഹിക്ക് ആൺമക്കളില്ലല്ലോ. പിന്നെ റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ ഇതിലൂടെയാണ് എന്ത് ചെയ്യുക? സഹോദരന്മാരിലൂടെയാണ് കുടുംബം. ഈ 4 കുടുംബമാണ്. അപ്പൊ ആ കുടുംബത്തിന് പ്രത്യേകതകളുണ്ട്. അവർക്ക് സക്കാത്ത് ഹറാമാണ്. അഹ്ലു ബൈത്ത് സക്കാത്ത് എടുക്കാൻ പാടില്ല. പിന്നെ ഹദിയകൾ സ്വീകരിക്കാവുന്നതല്ലാതെ സക്കാത്ത് എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അഹ്ലു ബൈത്തിനുണ്ട്. അതൊക്കെ പാലിക്കുന്നതോടൊപ്പം തന്നെ എന്തുകൂടി വേണം? തൗഹീദ് ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇപ്പൊ അബൂ താലിബും അഹ്ലു ബൈത്താവും, അബൂജഹൽ 1ാമത്തെ അഹ്ലു ബൈത്താവും. തബ്ബത് യദാ അബീ ലഹബ് എന്ന് പറഞ്ഞ അഹ്ലു ബൈത്ത് തന്നെയാണ്. അബൂ ലഹബ് റസൂലുള്ളാഹിന്റെ പിതൃവ്യനല്ലേ, അബ്ദുള്ളാഹിന്റെ സഹോദരനാണല്ലോ. പക്ഷെ അതെന്തുകൊണ്ട് തബ്ബത്തായി ചോദിച്ചാൽ ആദർശമല്ല. നൂഹ് നബിന്റെ മകനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഫഇന്നഹു മിൻ അഹ്ലി എന്ന് പറഞ്ഞല്ലോ. നൂഹ് നബി കപ്പലിൽ കയറാൻ വേണ്ടപ്പോ ഓന്റെ കുടുംബത്തിൽപ്പെട്ട ആളിനെ ഓന് കയറിക്കോട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? ഫഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ അഹ്ലിൽപ്പെട്ട, നിന്റെ മകനായിരിക്കാം, പക്ഷെ ഫഇന്നഹു ലൈസ മിൻ അഹ്ലിക. ഏതഹ്ല്? ഇസ്ലാമിന്റെ അഹ്ലു ബൈത്ത് ഉണ്ടല്ലോ, അഹ്ലു ബൈത്ത് അല്ല, നൂഹ് നബിന്റെ മകനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം അതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കണം. അഹ്ലു ബൈത്ത് ഉണ്ട്, അഹ്ലു ബൈത്തിന് ഒരിക്കലും നമ്മൾ അനാദരിക്കാൻ പാടില്ല. പക്ഷേ അഹ്ലു ബൈത്ത് ആകുന്നത് ആദർശം ഉണ്ടാകുമ്പോഴാണ്. മനസ്സിലായി? പിന്നെ ഇപ്പം നമ്മളിപ്പം പിന്നെ അഹ്ലു ബൈത്താന്ന് കൂട്ടിക്കോളൂ, ഇനിയിപ്പം എന്നെ എല്ലാവരും ആദരിക്കണം, ഓന്നെ പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ അടുത്ത് അള്ളാഹ് കൊടുത്തൊരു സ്ഥാനമാണ്. അതിലിപ്പോൾ മനുഷ്യന്മാരെല്ലാവരും പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാളഞ്ഞ് പിന്നെ ഇതായി കഴിഞ്ഞാൽ ഓൻ ഇത് ആദരിച്ചൊന്നുമില്ല, ആദരിക്കണം. പക്ഷെ പിന്നെ നമ്മൾ ആദരിക്കപ്പെടണമെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആഗ്രഹിക്കാൻ പാടില്ല. അത് രണ്ടാണ്. എനിക്ക് സ്ഥാനം കിട്ടണം നമ്മൾ ആഗ്രഹിക്കണതും ഞാൻ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്ന രണ്ടല്ലേ, രണ്ടാണ്. എനിക്കത് കിട്ടണം വിചാരിച്ചിരിക്കണതും എല്ലാവരും പിടിച്ചുകൊണ്ട് എന്നെ സ്ഥാനത്തേക്ക് ആക്കണം രണ്ടുണ്ട് വ്യത്യാസം. പിന്നെ അതാണ് മനസ്സിലാക്കട്ടെ. അപ്പോൾ അതാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ആശയം. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ബാക്കി വിശദീകരിക്കാം. അതാണ് ജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ, നാം അവരെ അയിമ്മത്തുകളാക്കിയിരിക്കുന്നു, നമ്മുടെ കൽപ്പന പ്രകാരം ഒരാളുകൾക്ക് ഹിദായത്ത് കൊടുക്കുന്നു, വെളിച്ചം കൊടുക്കുന്നു. അപ്പോൾ വഹൈന ഇലൈഹിം, നാം അവരിലേക്ക് വഹയ് കൊടുത്തിട്ടുണ്ട്, ഫിഅലൽ ഖൈറാത്ത്, നല്ല കർമ്മങ്ങൾ, വഇഖാമ സ്വലാത്തി, നമസ്കാരം നിലനിർത്തണമെന്നും നാം അവർക്ക് വഹയ് കൊടുത്തിട്ടുണ്ട്, വഇതാ സക്കാത്ത്, സക്കാത്ത് കൊടുത്തു കിട്ടണമെന്നും
അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊടുത്തിരുന്നു. അപ്പോൾ സക്കാത്ത് എന്ന് പറഞ്ഞാൽ റമദാൻ വരികയാണ്, അതിനെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കേണ്ട മാസം. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ റജബ് പിന്നെ അവസാനിക്കാറായി, ഈ ശഅബാൻ ഒരു മാസം കൂടി ഉള്ളൂ റമദാനിലേക്ക്. സക്കാത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ സമയമായിട്ടുണ്ട്. വക്കാനു ലന ആബിദീൻ. റമദാനും സക്കാത്തും തമ്മിൽ ബന്ധമില്ലെങ്കിലും പക്ഷെ റസൂലുള്ളാഹിന്റെ കാലം മുതൽക്കേ സക്കാത്ത് മുസ്ലിമീങ്ങൾ കണക്കാക്കി കൊടുത്തു വന്നിരുന്നത് റമദാനിലാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സാമ്പത്തിക വിശുദ്ധിയും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു മാസമായതുകൊണ്ട് ആ കാലഘട്ടത്തിലെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം റമദാനാണ് സക്കാത്ത് പിരിക്കാൻ വേണ്ടി ആളുകൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതേ സമയത്ത് സാമ്പത്തിൻ്റെ സക്കാത്താട്ടോ. കൃഷിൻ്റെ സക്കാത്താണെങ്കിൽ റമദാൻ വരെ കാത്തിക്കാൻ പാടില്ല. ഇപ്പോൾ തേങ്ങട്ടപ്പോൾ കൊടുക്കണം സക്കാത്ത്. ഇപ്പോൾ അരി ഉണ്ടെങ്കിൽ അരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അരി ഉണ്ടെങ്കിൽ ആ സക്കാത്ത് കൊടുക്കണം. അതെല്ലാം വൃത്തിയാണ്ട. വാത്തു ഹഖഹു യൗമ ഹസാദിഹി. അതിൻ്റെ വിളവെടുപ്പിൻ്റെ സമയത്താണ് നിങ്ങൾ കൃഷിയുടെ സക്കാത്ത് കൊടുക്കേണ്ടത്. കൃഷിയുടെ സക്കാത്തിന് കൊല്ലം പൂർത്തിയാണ്ട. കൃഷിയുടെ സക്കാത്ത് വാത്തു ഹഖഹു യൗമ ഹസാദിഹി, അതിൻ്റെ വിളവെടുപ്പിൻ്റെ ദിവസം കൊടുക്കണം. അതേസമയത്ത് സമ്പത്തിൻ്റെ സക്കാത്താണ് വർഷം പൂർത്തിയാകേണ്ടത്. അതാണ് വക്കാനു ലന ആബിദീൻ, അവർ നമ്മെ ആരാധിക്കുന്നവരായിരുന്നു. ഇതാണ് ഈ ആയത്തിലുള്ള ഇൻഷാ അല്ലാഹ്. ബാക്കി നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഇപ്പോൾ പ്രയാസം എന്താ വെച്ചാൽ എനിക്ക് അടുത്ത ആഴ്ച എനിക്കൊരു പിന്നെ പ്രോഗ്രാം ഉണ്ട്. അപ്പം എന്താ ചെയ്യുക? ഇനിയിപ്പോൾ റജബ് ഇന്നിപ്പോൾ 28-ാം തീയതി, നമുക്കിപ്പോൾ ഫെബ്രുവരി മാർച്ച് 1 മുതൽ ആകുകയാണെങ്കിൽ പിന്നെ ഫെബ്രുവരി 28-ലുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 28-ന് എന്തായാലും തറാവി ഉണ്ടാവും. നമുക്കൊരു 2-3 ആഴ്ച കൂടി കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പം അതിലെ ഒരാഴ്ച റമദാനിന് മുമ്പുള്ള ആഴ്ച നമുക്ക് റമദാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാക്കാം. സംശയ നിവാരണം അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആക്കാം. അതിൽ റമദാൻ്റെ പുറത്താക്കാം. പിന്നെ അതിൻ്റെ മുമ്പ് 2 ആഴ്ച കൂടി കിട്ടും. അടുത്ത ആഴ്ച നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു പരിപാടി വന്നുപോയി. പിന്നെ ഇനി വേറെ ആരെയും എടുക്കുകയാണെങ്കിൽ എടുക്കാതിന് പ്രശ്നമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതാന്ത്യം വരെ നിലകൊള്ളാനും അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين. الحمد لله رب العالمين. السلام عليكم ورحمة الله.